നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് നടന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. മോക്ക് പോളിംഗിന് ശേഷം രാവിലെ 7-ന് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വൈകിട്ട് 6 മണി വരെയായിരുന്നു വോട്ടെടുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടത്തിയത്. വല്ലപ്പുഴയിൽ UDFന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ CP മുഹമ്മദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് UDFന്റെ പൊതുയോഗവും പ്രകടനവും സംഘടിപ്പിച്ചത്. വല്ലപ്പുഴ യാറം സെന്ററിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. വല്ലപ്പുഴ ഗേറ്റിൽ പ്രകടനം സമാപിച്ചു. പ്രസ്ഥാനത്തിന്റെ പ്രിയങ്കരനായ സാരഥികളിൽ പിന്നിട്ടവടികളിലെ ജനഹൃദയങ്ങളുടെ ആശീർവാദ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വല്ലപ്പുഴയുടെ മണ്ണും മനസ്സും ഐക്യജനാധിപത്യ മുന്നണിയുടെ പൊന്നാപുരം കോട്ടയാണെന്ന് വിളിച്ചോദിക്കുന്ന ഈ മണിക്കാറയിലൂടെ കടന്നുവരുന്നു. ശ്രദ്ധിക്കുക, അനുബന്ധിക്കുക, അനുമോദനത്തിന്റെ രാജ്യം സ്നേഹത്തിനുള്ളർപ്പിക്കുക എന്നുള്ളവരെ ആരോഗ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വഴിചേരുവാൻ ആത്മരാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വഴിചേരുവാൻ തുടർന്ന് നടന്ന പൊതുയോഗം KPCC രാഷ്ട്രീയകാര്യ നിർവാഹക സമിതി അംഗം CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സ്ഥിതി ഇന്ന് വളരെ ദയനീയമാണ്. കേരളത്തിന്റെ പൊതുകടം പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ 1 ലക്ഷം കോടിയായിരുന്നു. 2021 പിണറായി വിജയൻ 5 വർഷം തികച്ചപ്പോൾ അത് 5 ലക്ഷം കോടിയായി. 5 കോടിയല്ല, 5 ലക്ഷം കോടി. ഇന്ന് പിണറായി വിജയൻ 20 വർഷം തികക്കാൻ പോകുമ്പോൾ അത് 6 ലക്ഷം കോടിയാണ്. ഈ കേരളത്തിലെ നാനാജാതി മതസ്ഥരായ മുഴുവൻ മാതാപിതാക്കന്മാരുടെയും പിഞ്ചു കുട്ടികളടക്കമുള്ള മുഴുവൻ ജനസംഖ്യ കണക്കിലെടുത്താൽ അവരുടെ എല്ലാ സമ്പത്ത് ഉപയോഗിച്ചാൽ പോലും ഈ കടം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ വീട്ടി തീർക്കാൻ സാധിക്കുകയില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഈ നാടിനെ ഇങ്ങനെ ഭരിച്ചു കുട്ടിച്ചോറാക്കാൻ എന്ത് ദ്രോഹമാണ് മാർക്സിസ്റ്റ് പാർട്ടിയോടും പിണറായി വിജയനോടും നമ്മൾ ചെയ്തത്? അതുകൊണ്ട് നമുക്കൊരു പുതിയ കേരളം കെട്ടിപ്പടുക്കണം. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ഈ കേരളത്തിൽ ശോഭനമായൊരു ഭാവി ഉണ്ടാക്കി തീർക്കുന്നതിന് നാനാജാതി മതസ്ഥരായ കേരളീയർ മുഴുവൻ കൈകോർത്ത് അത്യധ്വാനം ചെയ്യണം. UDF കൺവീനർ സെയ്ദ് കോടനാട് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അൻവർ സാദത്ത്, OK ഫാറൂഖ്, റിയാസ് മുക്കോളി, അഡ്വക്കേറ്റ് ജമാൽ, അഡ്വക്കേറ്റ് രാമദാസ്, അബ്ദുൽ സലാം, നസീർ ചൂരക്കോട്, CK സദക്കത്തുള്ള, നസീർ, M വിജയകുമാർ, കളത്തിൽ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടത് സർക്കാരിനെ താഴെയിറക്കാനുള്ള തുടക്കമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി കൊപ്പത്ത് UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ റോഡ് ഷോയും ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥമാണ് UDF കൊപ്പത്ത് റോഡ് ഷോയും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ആമയിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത്. 100 കണക്കിന് പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു.
ഓരിയെടുത്ത് കൊണ്ടുപോയി സമ്പാദ്യമാക്കിയ പിണറായി സർക്കാരിനോടുള്ള താക്കീതാവട്ടെ. പ്രിയമുള്ളവരെ, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിരലടയാളം. പ്രിയമുള്ളവരെ, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ തുടർന്ന് കൊപ്പം സെൻട്രലിൽ നടന്ന പൊതുയോഗം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വികസനത്തെ പിറകോട്ടടിപ്പിച്ച LDF സർക്കാരിനെ താഴെയിറക്കുവാനുള്ള തുടക്കമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചു. LDF സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കേണ്ടത് അവരുടെ അണികളുടെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചു. നമ്മളെക്കാൾ കൂടുതൽ LDF അതറിയാം, അവരണികൾക്കറിയാം. അവരടി തന്നെ ആവേശക്കുറവിൻ്റെ കാരണമാണ്. എവിടെ ചെന്നാലും ഇടതുപക്ഷ അണികൾക്കൊരാവേശമില്ല എന്ന് എല്ലാവരും പറയുന്നു. അതിന് കാരണം ഇതാണ്, നമ്മളെക്കാൾ കൂടുതൽ ആവശ്യം ഈ ഭരണം ഒന്ന് അവസാനിച്ച് കിട്ടൽ ഇപ്പോൾ ഇടതുപക്ഷക്കാരുടെ ഒരാവശ്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി ഉണ്ടാവില്ല, മുന്നണി ഉണ്ടാവില്ല എന്ന് അവർ തന്നെ അടക്കം പറയാൻ തുടങ്ങി. അതാണ് സ്ഥിതി. ഈ സമരപരിയൊക്കെ കൂടി വന്നപ്പോൾ അവർക്ക് തന്നെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. എന്നിട്ടല്ലേ നാട് ഭരിക്കരുത്. അതുകൊണ്ട് ചിന്തിക്കുന്ന ജനങ്ങൾ എല്ലാ ഭരണവും, പഞ്ചായത്തായാലും ബ്ലോക്കായാലും അതുപോലെ തന്നെ ജില്ലയായാലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ ഏൽപ്പിക്കണം. നമ്മുടെ സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരായ UDF സർക്കാരുകൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനത്തെ പിറകോട്ടടിപ്പിക്കുക മാത്രമല്ല ഇല്ലാതാക്കുന്ന സമീപനമാണ് LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി സ്വീകരിച്ചു വന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ ഇടത് ഭരണമാണെങ്കിലും UDF ആണെങ്കിലും ആ നേട്ടങ്ങളിൽ അവരവരുടേതായ പങ്ക് വഹിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക. ഇടതുപക്ഷ ഭരണം ഉണ്ടാകുമ്പോൾ അതിൽ വരുന്ന പോരായ്മകൾ UDF ഭരണം വരുമ്പോൾ നികത്തും. ഉദാഹരണമായിട്ട് നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്ക ജില്ലകളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക, ഉള്ള കോളേജുകളിൽ കോഴ്സ് അനുവദിക്കുക, ഉള്ള കോളേജുകൾ പുതിയ ഡിഗ്രി അനുവദിക്കുക എന്നൊക്കെ തുടങ്ങി പല നടപടികളുണ്ട്, പലതുമുണ്ട്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി 10 വർഷം അവർ ഭരിച്ചപ്പോൾ ആ പതിവൊക്കെ തെറ്റി. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൻ്റെ അവസ്ഥ പിറകോട്ട് പോയി തുടങ്ങി. ഒറ്റ ഉദാഹരണം വിദ്യാഭ്യാസ രംഗം തന്നെ എടുത്താൽ മതി. പുതിയ കോഴ്സുകളില്ല, ഡിഗ്രികളില്ല, പോസ്റ്റ് കൊടുക്കില്ല, ഡോക്ടർമാരെ പാസ്സാക്കില്ല. ഇവിടെ CPF ഇരിക്കുന്ന എന്തെല്ലാം വികസനം ഈ നിയോജകമണ്ഡലവും പരിസരത്തൊക്കെ നമ്മൾ പണ്ട് നടത്തിയതാണ്. അന്നത്തെ മുദ്രാവാക്യം തന്നെ വികസനമാണ്. അതിവേഗം ബഹുദൂരം എന്ന ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം നമുക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഉള്ള സമയം കൊണ്ട് കഴിയുന്നത്ര കാര്യം നാട്ടുകാർക്ക് ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഉള്ള സമയം കൊണ്ട് കഴിയുന്നത്ര സംഗതികൾ ഇല്ലാതാക്കണം എന്നുള്ള പരിപാടി കൊണ്ടാണ് ഈ ഇടതുപക്ഷ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. യോഗത്തിൽ ടി റിയാസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, മുൻ MLA CP മുഹമ്മദ്, CMA കരീം, റിയാസ് മുക്കോളി, PA സലാം, E മുസ്തഫ, PT മുഹമ്മദ്, AP രാമദാസ്, കമ്മുക്കുട്ടി എടത്തോൾ, KTA ജബ്ബാർ, ഇസ്മയിൽ വിളയൂർ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. LDF നാഗലശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി നടന്നു. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി മുഖ്യപ്രഭാഷണം നടത്തി. കൂറ്റനാട് ന്യൂ ബസാറിൽ നിന്നും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. വാദ്യമേളങ്ങൾ, തെയ്യം, നാടൻ കലാരൂപങ്ങൾ എന്നിവ റാലിയെ വർണ്ണാഭമാക്കി.
മുതുതലയിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് പി മനോജ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ബിജെപി മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. സംഗമം ബിജെപി മധ്യമേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി മനോജ് ഉദ്ഘാടനം ചെയ്തു. ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സമിതി അംഗം തങ്കമോഹൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മോഹനൻ, സുധാകരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതിന് വളരെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ വാളയാറിന്റെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് തോളിൽ കൈയിട്ടുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന രണ്ട് മുന്നണികൾ. വാളയാറിന്റെ ഇപ്പുറം വന്നാൽ ബദ്ധവൈരികളെ പോലെ നമ്മൾ സാധാരണ പറയാറുണ്ട് ചക്കളത്തി പോരാട്ടം. എന്താണ് ചക്കളത്തി പോരാട്ടം? നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. എണ്ണ ആട്ടുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ ആദ്യം ചക്കളന്മാരെന്ന് പറയുക. അവർ നമ്മൾ എണ്ണ ആട്ടാൻ കൊണ്ടായി കൊപ്പറ കൊണ്ടുപോയാൽ ആദ്യം ഈ എണ്ണ ആട്ടുന്ന ചക്കളൻ അദ്ദേഹം ഒരു തുണി കയ്യിൽ എന്നിട്ട് അത് ആട്ടിക്കൊണ്ടിരിക്കുന്ന എണ്ണയിൽ വെക്കും. അപ്പോൾ ഭാര്യ അകത്തുനിന്ന് എന്തെങ്കിലും വിളിച്ചു പറയും. അപ്പോൾ ഇയാൾ ഭാര്യയെ തല്ലാൻ അകത്തേക്ക് പോകുന്ന രീതിയിൽ ഈ എണ്ണ മുക്കിയ തുണിയുമായി അകത്തേക്ക് പോകും. അവിടെ നിന്ന് കുറേ ചീത്തയ്ക്ക് പറയും. പുറത്തു നിൽക്കണം നമ്മൾ കേൾക്കാൻ ചേർത്ത് കുറേ ചീത്തയ്ക്ക് പറയും. അത് പിഴിഞ്ഞ് എണ്ണ പിഴിഞ്ഞ് വീഴും. ഇനി ദേശചരിതം. ഒരു ദശകമായി LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനമാണ് തൃത്താല ഗ്രാമപഞ്ചായത്ത്. 2020 തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിൽ LDF 12ഉം 5 സീറ്റ് UDFും നേടി. ഭരണ തുടർച്ച LDF ലക്ഷ്യമിടുമ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനാണ് UDFിന്റെ പരിശ്രമങ്ങൾ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ തൃത്താല ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് തൃത്താല ഗ്രാമപഞ്ചായത്ത്. ജില്ലയുടെ പടിഞ്ഞാറെ അതിർത്തിയിലുള്ള പഞ്ചായത്തുകളിലൊന്നാണ് തൃത്താല. 22.78 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ തൃത്താല, പട്ടിത്തറ എന്നീ വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് തൃത്താല ഗ്രാമപഞ്ചായത്ത്. തൃത്താല പഞ്ചായത്തിന്റെ വടക്കേ അതിരിൽ ഭാരതപ്പുഴ ഒഴുകുന്നു. ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരം പുഴയോരമുണ്ട്. കിഴക്കുഭാഗത്ത് പട്ടാമ്പി നഗരസഭയും ഭാരതപ്പുഴയും, പടിഞ്ഞാറുഭാഗത്ത് പട്ടിത്തറ പഞ്ചായത്തും, തെക്കുഭാഗത്ത് നാഗലശ്ശേരി, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളുമാണ് അതിരുകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 8 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള ഇടനാട് മേഖലയിൽ ഉൾപ്പെടുന്നതാണ് തൃത്താല. വൈവിധ്യവും സംസ്കാരവും പൈതൃകവും ഒരുമിക്കുന്ന തൃത്താല ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ഭരണം നിലനിർത്താൻ LDFും ഭരണം തിരിച്ചുപിടിക്കാൻ UDFും കളം നിറഞ്ഞതോടെ വാശിയേറിയ പ്രചരണ പ്രവർത്തനങ്ങളിലാണ് ഇരു മുന്നണികളും. തങ്ങൾക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ വിജയിച്ചു കയറാൻ BJPയും മത്സര രംഗത്തുണ്ട്. 2015 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിൽ 9 എണ്ണത്തിൽ വിജയം നേടി LDF ഭരണത്തിലെത്തി. 7 സീറ്റിൽ UDFും 1 സീറ്റിൽ BJPയും വിജയിച്ചു. 2020 തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിൽ 12 എണ്ണത്തിൽ LDF വിജയിച്ച് ഭരണ തുടർച്ച നേടി. 5 സീറ്റുകളാണ് UDFിന് ലഭിച്ചത്. CPMലെ PK ജയ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയിലെ തന്നെ KP ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റുമായി നിലവിലെ കക്ഷിനില. ആകെ വാർഡുകൾ 17, LDF 12, UDF 5. ഇതിൽ കോൺഗ്രസിന് 3ഉം മുസ്ലിം ലീഗിന് 2 സീറ്റുകളുമാണുള്ളത്. ഇത്തവണ നടന്ന വാർഡ് വിഭജനത്തോടെ വാർഡുകളുടെ എണ്ണം 17ൽ നിന്നും 19ആയി വർദ്ധിച്ചു. സമഗ്ര വികസനത്തിന്റെ 5 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ പറഞ്ഞു. 5 വർഷക്കാലങ്ങളിൽ ഏകദേശം 7 കോടിയോളം രൂപ കാർഷിക മേഖലയിലേക്ക് മാത്രമായി പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ട് വിളവ് കൂലിയായാലും നെൽവിത്തിനുള്ള നെൽവിത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഒരു മികച്ച പ്രവർത്തനം, അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. മക്കൈക്ക് പദ്ധതിയിൽ ഏകദേശം 377ഓളം വീടുകൾ എഗ്രിമെൻറ്റ് വയ്ക്കാനും അതിൽ ഏറ്റവും അധികം കൂടുതലായിട്ട് ഒരു 288ഓളം വീടുകൾ പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടയം നമ്മളുടെ പഞ്ചായത്തിലെ 3, 11, 12, 14 വാർഡുകളിലായി ലക്ഷംവീട് കോളനികളുണ്ട്. ഇവിടെയുള്ള ഇതൊക്കെ പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലം ആണ് എങ്കിൽ പോലും അത് അവരുടേതായിരുന്നില്ല. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഏകദേശം 56 പട്ടയങ്ങളാണ് ഈ കാലയളവിൽ ഇവർക്ക് കിട്ടാൻ ആവശ്യമായ സൗകര്യം പഞ്ചായത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി ചെയ്തു.
എല്ലാ മേഖലകളിലും വികസനം എത്തിക്കാനായി ജില്ലയിൽ ആദ്യമായി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി അരുണിമ പദ്ധതി നടപ്പിലാക്കി. 17 വാർഡുകളിലെയും ഗ്രാമീണ പാതകൾ നവീകരിച്ചു. പഞ്ചായത്ത് മീറ്റിംഗ് ഹാളുകൾ അറ്റകുറ്റപ്പണി നടത്തി മികച്ചതാക്കി. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ ആയുർവേദ ആശുപത്രിക്ക് സ്വന്തമായി കെട്ടിടം, ഹോമിയോ ആശുപത്രിക്ക് പഞ്ചായത്ത് ഫണ്ടിൽ സ്വന്തം കെട്ടിടം എന്നിവ നിർമ്മിച്ചു. പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്ക് മികച്ച സേവനം നൽകാനും ഈ ഭരണസമിതിക്കായതായി PK ജയ പറഞ്ഞു. ആയുർവേദ ആശുപത്രിക്ക് NBH അംഗീകാരം, തൃത്താല സർക്കാർ ആശുപത്രിയിൽ ഈവനിംഗ് OP, പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കി. തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കി. പഞ്ചായത്തിന് മഹാത്മാ അവാർഡും മാലിന്യ സംസ്കരണം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് ജില്ലാ പഞ്ചായത്തിന്റെ അനുമോദനം എന്നിവ ലഭിച്ചു. കാർഷിക മേഖലയ്ക്കും വൻ ഉണർവ് നൽകാനായി ലൈഫ് പദ്ധതി മികച്ച രീതിയിൽ നടത്താനായി. ദ്രവമാലിന്യ സംസ്കരണത്തിന് പ്രത്യേക പരിഗണന നൽകാനും ഈ ഭരണസമിതിക്കായതായി PK ജയ പറഞ്ഞു. അതേസമയം വികസന മുരടിപ്പിന്റെയും ഭരണ തകർച്ചയുടെയും 5 വർഷങ്ങളാണ് കടന്നുപോയതെന്ന് പ്രതിപക്ഷ നേതാവും UDF പഞ്ചായത്ത് അംഗവുമായ PV മുഹമ്മദ് അലി പറഞ്ഞു. 2.5 പതിറ്റാണ്ടുകാലം CPM നേതൃത്വം നൽകിയ ഭരണസമിതി അതിന്റെ ഈ അവസാന 5 വർഷക്കാലം ഒരു തരത്തിലുള്ള നീതിപൂർവമായ ഒരു പ്രവൃത്തിയും നടത്താത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ 5 വർഷക്കാലമുള്ളത്. ഗ്രാമീണ റോഡുകളുടെ തകർച്ച, അതുപോലെ തന്നെ കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങൾ, നിലവിലുള്ള കുടിവെള്ള പദ്ധതിക്ക് തന്നെ അവിടെ റിപ്പയർ ചെയ്യാത്തത്, ഓരോ സന്ദർഭങ്ങളും റിപ്പയർ ചെയ്യാത്തതിന്റെ ഫലമായി അത് കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം പല മേഖലയിലും ഉണ്ട്. പല ചെറിയ ശുദ്ധജല പദ്ധതികളടക്കം മോട്ടോർ തകർച്ച പോലെ തന്നെ, അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷൻ നിഷേധിച്ചിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ പഞ്ചായത്തിൽ കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ തെരുവ് നായക്കളുടെ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ചെറിയ 4 വയസ്സായ ഒരു കുട്ടിയെ നായ വീടിന് മുന്നിൽ വെച്ച് കടിച്ച്, അതുപോലെ തന്നെ ആ കുട്ടിയെ വലിയ തരത്തിലുള്ള പ്രയാസം അനുഭവിച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് ഇപ്പോഴും ചികിത്സയിലാണ് ആ കുട്ടി ഉള്ളത്. ആ കുടുംബം വലിയ പ്രയാസമാണ്. തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയില്ല. ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാൻ പൊളിച്ച മുടവന്നൂർ മാട്ടായ പിറപ്പ് റോഡ്, കാക്കരാത്തുപടി വട്ടോളിക്കാവ് ലിങ്ക് റോഡ് എന്നിവ തകർന്നു കിടക്കുകയാണ്. VK കടവ് GMLP സ്കൂളിന് പുതിയ കെട്ടിടത്തിനായി MLA ഫണ്ട് അനുവദിച്ചിട്ടും അനുമതി നിഷേധിച്ചു. 10 ലക്ഷം രൂപ മുടക്കി പുതിയ തെരുവുവിളക്ക് സ്ഥാപിച്ചതിൽ ഭൂരിഭാഗവും ഇപ്പോൾ കത്തുന്നില്ല. ശുദ്ധജലക്ഷാമം പരിഹരിക്കാനായില്ല. കളിസ്ഥലം നിർമ്മിക്കാൻ നടപടിയില്ല. ലൈഫ് വീടുകൾക്ക് കൃത്യമായി ഫണ്ട് അനുവദിക്കാനുമായില്ല. തൃത്താല ടൗണിലെ ശുചിമുറി നന്നാക്കാനും ഈ ഭരണസമിതിക്കായില്ല. 1995-2000 വർഷത്തിൽ UDF ഭരണസമിതി പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് മുടവന്നൂരിൽ വാങ്ങിയ സ്ഥലം സർക്കാർ വനിതാ നഴ്സിംഗ് കോളേജ് നിർമ്മാണത്തിന് വിട്ടുകൊടുത്തിട്ട് വർഷം 2 കഴിഞ്ഞിട്ടും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെന്നും മുഹമ്മദ് അലി പറഞ്ഞു. ഖര-ജൈവ മാലിന്യങ്ങൾ യഥാസമയം സംസ്കരിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ പെർഫോമൻസ് ഓഡിറ്റിൽ പദ്ധതി നിർവഹണത്തിൽ തൃത്താല പഞ്ചായത്തിന്റെ സ്ഥാനം 888 മാറി. പഞ്ചായത്ത് ഓഫീസ് നവീകരണം എന്ന പേരിൽ ബോർഡ് തീരുമാനമോ ടെൻഡർ നടപടികളോ നടത്താതെ പ്രവൃത്തി നടത്തുകയും ഫർണിച്ചർ വാങ്ങിക്കൂട്ടുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. കൂറ്റനാട് കൂട്ടുപാത പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റ്. പനമണ്ണ കൊരച്ചൻ കുന്നംപറമ്പിൽ അഭിജിത്താണ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ശനിയാഴ്ചയാണ് തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപം കാറിൽ പിന്തുടർന്നെത്തിയ സംഘം മലപ്പുറം വണ്ടൂർ വലിയ പീടിക്കൽ CP മുഹമ്മദ് അലിയെ ആഡംബര കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയത്. സംഘത്തിന്റെ വാഹനം മുഹമ്മദ് അലിയുടെ കാറിന് കുറുകെ നിർത്തിയായിരുന്നു ആക്രമണം. പിന്നീട് ഒറ്റപ്പാലം അനങ്ങനടി പത്തംകുളം കുണ്ടടിയിലെ ഒരു വീട്ടിൽ തടവിലാക്കുകയായിരുന്നു. ആക്രമിച്ച സംഘത്തിൽ അഭിജിത്തും ഉണ്ടായിരുന്നു. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതിലും അഭിജിത്തിന് പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അഭിജിത്ത് പിടിയിലായതോടെ മറ്റു പ്രതികളെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ട്. ബിസിനസ് പങ്കാളിത്തത്തിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് പിന്നിലെന്ന് സംശയിക്കുന്നു. മുഖംമൂടി ധരിച്ചെത്തിയാണ് സംഘം കാറിന്റെ ചില്ലു തകർത്ത് തോക്കു ചൂണ്ടി മുഹമ്മദ് അലിയെ ഇവരുടെ കാറിലേക്ക് കയറ്റിയത്. യാത്രക്കിടെ മറ്റൊരു കാറിലെ സംഘത്തിന് മുഹമ്മദ് അലിയെ കൈമാറി. വ്യവസായിയെ പാർപ്പിച്ചത് ഒറ്റപ്പാലം മുൻ-SI രാജശേഖരനെ കുത്തിയ കേസിലെ പ്രതിയുടെ വീട്ടിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ടവർ പോലീസിന്റെ വലയിലായെന്നാണ് സൂചന. മുഹമ്മദ് അലിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. മുഖത്ത് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഇദ്ദേഹം വാണിയം ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യവസായിയുടെ വാഹനത്തിൽ ക്യാമറകളുണ്ടായിരുന്നെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അക്രമികളെത്തിയപ്പോൾ വാഹനം തുറന്നുകൊടുത്തത് ഡ്രൈവറാണെന്ന് പോലീസ് കണ്ടെത്തി. ആക്രമികളെ കണ്ട് ഭയന്നാണ് തുറന്നതെന്നാണ് ഡ്രൈവറുടെ മൊഴി. ഷൊർണൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം.
അക്ഷരങ്ങളെയും കലയെയും സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയായ അക്ഷരനക്ഷത്രം കലാസാംസ്കാരിക വേദിയുടെ ആദ്യ സ്നേഹസംഗമം സാംസ്കാരിക നഗരിയായ തൃശൂരിലെ കേരള സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത സ്നേഹസംഗമം വമ്പിച്ച ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. സാഹിത്യകാരൻ ടി.ഡി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരനും എഴുത്തുകാരനും തൃശൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. അക്ഷരനക്ഷത്രം കലാസാംസ്കാരിക വേദി അഡ്മിൻ റജീന റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മറ്റ് അഡ്മിന്മാരായ ഹരി കെ പുരക്കൽ, പ്രിയങ്ക പവിത്രൻ, പ്രഭ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകൻ ഷിലിൻ പൊയ്യാറ അവതാരകനായി. കൂട്ടായ്മയുടെ പുതിയ കാൽവെപ്പായ അക്ഷരനക്ഷത്രം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ ലോഗോ പ്രകാശനം ഉദ്ഘാടകൻ ടി.ഡി. രാമകൃഷ്ണൻ മുഖ്യാതിഥി സുരേന്ദ്രൻ മങ്ങാട്ടിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന അഡ്മിൻ പാനൽ അംഗം റജീന റഹ്മാന് ആശംസകൾ അറിയിച്ചുകൊണ്ട് അതിഥികളും മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളും ചേർന്ന് പൊന്നാട അണിയിച്ചു. ബ്രദേഴ്സ് നമ്മണിപ്പറമ്പിന്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. രാവിലെ കുടിവെപ്പ്, മേളം, 11 മണിക്ക് ഉച്ചപൂജ, തുടർന്ന് അന്നദാനവുമുണ്ടായി. വൈകിട്ട് 4-ന് പന്തലിൽ പാട്ട്, 5:30-ന് ആമക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നിരവധി മാളികപ്പുറങ്ങളുടെ താലത്തോടും മേളത്തോടും കൂടി പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. 6:30-ന് പന്തലിൽ ഭജന, ദീപാരാധന, രാത്രി 10-ന് അയ്യപ്പൻ പാട്ട്, തുടർന്ന് പുലർച്ചെ 1:30-ന് പാൽക്കുടം എഴുന്നള്ളിപ്പ്, പൊലിപ്പാട്ട്, തിരിയുഴിച്ചിൽ, കനൽച്ചാട്ടം, വെട്ടുംതട, ഗുരുതി തർപ്പണത്തോടെ വിളക്കിന് സമാപനമായി. എയ്യാൽ രാമചന്ദ്രൻ ഗുരുസ്വാമിയും സംഘവുമായിരുന്നു വിളക്ക് യോഗക്കാർ. ഗുരുവായൂർ നെന്മിനി കലിയുഗവരദൻ ഭജൻസിന്റെ ഭജനയും ഉണ്ടായിരുന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.